ബ്രോ ലൈഫിലെല്ലാം നഷ്ടപ്പെട്ട് ഒറ്റപ്പെട്ട് നിൽക്കുന്ന സമയത്ത് കാണാൻ പറ്റിയ വല്ല മൂവീസ് ഉണ്ടോ? ഉണ്ട് ബ്രോ. ഈ 3 മസ്റ്റ് വാച്ച് സിനിമകൾ നിങ്ങളെ നിർബന്ധമായി മോട്ടിവേറ്റ് ചെയ്യും എന്ന കാര്യം 100% എനിക്ക് ഉറപ്പാണ്. ഞാൻ ഇതിലെടുത്ത സിനിമകളെല്ലാം റിയൽ സ്റ്റോറികളാണ്. ഒന്ന്, പർസ്യൂട്ട് ഓഫ് ഹാപ്പിനെസ്. മോട്ടിവേഷന് വേണ്ടിയിട്ടുള്ള ഏറ്റവും വലിയ ട്രീറ്റ്മെന്റ് ആണ് ഈ ഒരു ചിത്രം. കിടപ്പാടമില്ലാത്തത് കൊണ്ട് സ്വന്തം മകനെയും കൂട്ടി രാത്രി റെയിൽവേ സ്റ്റേഷനിലെ ബാത്റൂമിൽ ഉറങ്ങേണ്ട സിറ്റുവേഷൻ നിങ്ങൾക്ക് ആരെങ്കിലും വന്നിട്ടുണ്ടോ? എന്നാൽ ഇതിലെ നായകന് അല്ലെങ്കിൽ ആ ഒരു റിയൽ ക്യാരക്ടറിന് വന്നിട്ടുണ്ട്. ഈ സിനിമ ഭൂരിഭാഗം പേരും കണ്ടിട്ടുണ്ടാവും. പക്ഷെ നിങ്ങൾ ഡൗൺ ആണെങ്കിൽ, നിങ്ങൾക്ക് മോട്ടിവേഷൻ വേണമെങ്കിൽ നിർബന്ധമായിട്ടും നിങ്ങൾ കണ്ടു നോക്കുക. 2, പിയാനിസ്റ്റ്. ഒരു സർവൈവൽ സിനിമ എന്ന രീതിയിൽ സമീപിക്കാവുന്ന ഒരു ചിത്രമാണിത്. പക്ഷെ ഈ സിനിമ ഫിനിഷ് ചെയ്തിട്ട് നമുക്ക് കിട്ടുന്ന ഒരു ഫീൽ ഉണ്ടാവുമല്ലോ, അത് വളരെ ദുഃഖകരമാണ്. പിന്നെ എന്തിന് ഈ ഒരു സിനിമ ഞാൻ മോട്ടിവേഷൻ സിനിമയുടെ ലിസ്റ്റിൽ ഇട്ടു? അതിന്റെ കാരണം പോസിറ്റീവായിട്ടൊന്ന് മാറി ചിന്തിച്ചു കഴിഞ്ഞാൽ ഒരുപക്ഷെ ഈ സിനിമ തരുന്ന മോട്ടിവേഷൻ എന്ന് പറയുന്നത് ചില്ലറ കാര്യമായിരിക്കില്ല. എന്തൊരു വിഷയത്തിലും തകരാതെ പോയൊരു നായകന്റെ കഥയാണ് പിയാനിസ്റ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു റിയൽ സ്റ്റോറി പറയുന്നത്. അടുത്തത് പറയുന്നതിന് മുമ്പ് ജപ്പാനീസ് സീരീസ്, ആനിമേഷൻ, സിനിമ എല്ലാ കാര്യങ്ങളും നമ്മൾ ഈ ഒരു ചാനലിലൂടെ ഷെയർ ചെയ്യുന്നുണ്ട്. കൂടെ മറക്കണ്ട, ഫോളോ ആൻഡ് സബ്സ്ക്രൈബ്. 3, സുരറൈ പോട്ടർ. 100ൽ 99% ആളുകളും ഈ സിനിമ കണ്ടിട്ടുണ്ടാവും. പക്ഷേ നിങ്ങൾക്ക് മോട്ടിവേഷൻ കിട്ടാൻ സാധ്യതയുള്ള ഒരു ഇന്ത്യൻ സിനിമ എടുത്തു നോക്കുകയാണെങ്കിൽ ആ ഒരു ലിസ്റ്റിൽ ഉറപ്പായിട്ടും സുരറൈ പോട്ടർ ഉണ്ടാവും. അപ്പോൾ റിയൽ ലൈഫ് സ്റ്റോറിയിൽ നിന്ന് മോട്ടിവേഷൻ കിട്ടുന്ന മറ്റേതെങ്കിലും സിനിമകൾ ഉണ്ടെങ്കിൽ താഴെ മറക്കാതെ കമന്റ് ചെയ്യുക. പിന്നെ ഒരു കാര്യം കൂടി, സ്ക്രിപ്റ്റ്, ഡയറക്ഷൻ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ പഠിക്കാൻ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ നമ്മളൊരു ചെറിയൊരു ഓൺലൈൻ കോഴ്സ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ഈ ഒരു ഐഡിയിലേക്ക് മെസ്സേജ് ചെയ്താൽ മതി, ഞാൻ ഡീറ്റെയിൽസ് തരാം കേട്ടോ.